വർഷമായി സുദൃഢ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവിക്ക് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിൻസുക്കി യൂണിസെക്സ് സലൂൺ ആൻഡ് ബ്യൂട്ടി ഹബ്, കിലോ ബസാർ ബിൽഡിംഗ് നിയർ കെഎസ്ആർടിസി സബ് ഡിപ്പോ, വെള്ളയാങ്കുടി. നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ ഹാളിൽ വെച്ചാണ് യാത്രയയപ്പ് സമ്മേളനം നടന്നത്. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു. നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉമാദേവിക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയ ആ സേവനത്തിനും അതോടൊപ്പം തന്നെ ആശുപത്രിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് നടത്തിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾക്കുമെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടറുടെ സേവനകാലം നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനപരമായ ഒരു കാലഘട്ടം ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്രണ്ട് എന്നുള്ള നിലയിൽ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആ ഒരു നമ്മൾ ആ രീതിയിൽ ഒരു സൂപ്രണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ പറയുമ്പോൾ ആ രീതിയിൽ പ്രാപ്തിയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായത് എന്ത് എന്ന് തോന്നിയാൽ ആ ശരിയുടെ ഭാഗത്ത് തന്നെ നിലനിൽക്കും, യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ആ ഭാഗത്ത് നിൽക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാലും ആ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ആ കർത്തവ്യ നിർവഹണത്തിൽ എപ്പോഴും വ്യാപൃതയായി നിൽക്കുന്ന സൂപ്രണ്ടിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരാഴ്ചയിൽ 4 ദിവസം കട്ടപ്പനയിലും 2 ദിവസം തൊടുപുഴയിലുമാണ്. അത് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മുമ്പായി ഇവിടെ എത്തിയിരിക്കും. വ്യാഴാഴ്ച വരെയുള്ള ഇവിടുത്തെ പ്രവർത്തനം നടത്തിയതിനു ശേഷമാണ് തൊടുപുഴ പോകുന്നത്. അപ്പോൾ അവിടെയും വെള്ളി ശനി ദിവസങ്ങളിൽ അവിടെയാണ്. അപ്പോൾ 4 ദിവസം എവിടെയും 2 ദിവസം തൊടുപുഴയും എന്നുള്ള ആ കാര്യങ്ങൾ വളരെ കൃത്യമായും ചെയ്തിരിക്കും. എന്നാൽ തൊടുപുഴയാണ് എന്ന് വീടുള്ളത് കൊണ്ട് 4 ദിവസം അവിടെ നിന്നിട്ട് 2 ദിവസം ഇവിടെ വന്ന് 4 ദിവസത്തെ എഫക്റ്റ് കാണിക്കാനുള്ള പണിയൊന്നും നടന്നില്ല. അത് 4 ദിവസവും ഇവിടെ തന്നെ, അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും. ഇവിടെ ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ തൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുവാൻ ഒരു നല്ല ക്വാർട്ടേഴ്സ് പോലും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശുപത്രിയുടെ ഒരവസ്ഥ. എന്നോട് പറഞ്ഞ് ഞാൻ ഇതിനകത്ത് എപ്പോഴാണ് ഇടിഞ്ഞു വീണ് മരിക്കുന്നത് എനിക്കറിയില്ല. ക്വാർട്ടേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് ഡോക്ടർക്ക് കഴിഞ്ഞു. ജീവിതത്തിലെ പ്രതികൂലമായ എല്ലാ വിധികളെയും എല്ലാ അനുഭവങ്ങളും വളരെ വിജയകരമായ നിലയിൽ അതിനെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥയാണ് നമ്മുടെ സൂപ്രണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാണുവാനുള്ള ഒരു കഴിവ് ഡോക്ടർക്കുണ്ട് എന്നുള്ളത് ഡോക്ടറുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ തൻ്റേതായിട്ടുള്ള ദൗത്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ച് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണം ഡോക്ടറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെയർമാനായിട്ട് ഒരു 6-7 മാസമായിട്ട്. അതിനു മുമ്പ് ഞാൻ കൗൺസിലറായി. ആ കൗൺസിലറായിരുന്ന കാലഘട്ടത്തിൽ പോലും വളരെ നല്ല രീതിയിൽ എനിക്ക് ഈ ആശുപത്രിയുടെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാനവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഡോക്ടർ എല്ലാ കാര്യത്തിലും വിളിക്കുകയും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതോടൊപ്പം നമ്മൾ ഏതെങ്കിലും ഒരു രോഗിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അത് അന്വേഷിച്ച് കൃത്യമായി അതിൻ്റെ മറുപടി നമുക്ക് നൽകിയിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ട് എന്നുള്ളതാണ്. അല്പം താമസിച്ചാൽ പോലും നമ്മൾ മറന്നുപോയാൽ പോലും ഡോക്ടർ തിരിച്ചു പിടിച്ച കാര്യം പറഞ്ഞിരിക്കുമെന്നുള്ളതാണ് ഡോക്ടറുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മുടെ ഒരു കുറവുകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അത് DMOയോട് പറയാൻ, DHSനോട് പറയുവാനെല്ലാം എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്നും ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് നമ്മുടെ ഒഴിവുണ്ടായിരുന്ന 4 പോസ്റ്റിലേക്കും ഡോക്ടർമാരെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നോട് ഫുൾ സ്ട്രെങ്ത് കണ്ടിട്ട് പോകാനായിട്ട് ഡോക്ടർക്ക് അവസരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കാര്യം. ഡോക്ടർമാരുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി ഏറ്റവും കൂടുതൽ വേദനിച്ച ആൾ എന്ന് പറയുന്നത് സൂപ്രണ്ടാണ്. കാരണം ഡോക്ടർമാരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, ആളുകൾക്ക് അസൗകര്യം ഉണ്ടാകാൻ ബുദ്ധിമുട്ടില്ല, വരുന്ന ആളുകളെ ജനപ്രതിനിധികളെല്ലാം പറയുന്ന എല്ലാം തന്നെ കേൾക്കണം, ആ മുഷിച്ചുകൾ മുഴുവനെ കേൾക്കണം.
പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയുന്നില്ല. നടത്താൻ കഴിയാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന ആക്ഷേപങ്ങൾ ഇത് മുഴുവനും ഏൽക്കേണ്ടി വരുന്ന ആവശ്യമുണ്ടാകും. പക്ഷെ അതിനെയെല്ലാം ഒരു തന്മയത്വത്തോടു കൂടി ആ ഡോക്ടർമാരെ പണക്കാതെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ കൊണ്ട് തന്നെ കാഷ്വാലിറ്റിയെല്ലാം കൈകാര്യം ചെയ്യിച്ച് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ബുദ്ധിമുട്ടിലും ആളുകൾക്ക് വിഷമമുണ്ടാവാത്ത നിലയിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാ പ്രോജക്റ്റുകളും നമ്മുടെ ആശുപത്രിയിലെ എല്ലാ പ്രോജക്റ്റുകളും ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഡോക്ടറുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പരിമിതികൾക്ക് ഒരുപാടുണ്ട്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഡോക്ടർ ഉമാദേവിക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ നഗരസഭയുടെയും ആശാവർക്കർമാരുടെയും ഉപഹാരങ്ങൾ കൈമാറി. തുടർന്ന് ഡോക്ടർ ഉമാദേവി മറുപടി പ്രസംഗവും നടത്തി. സിബി പാറപ്പായി, തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് KJ ബെന്നി, മനോജ് മുരളി, ഡോക്ടർ ഉമാദേവി, നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ്, മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് തോമസ്, HMC അംഗങ്ങളായ സിജു ചക്കുമൂട്ടിൽ, റെജി കൊട്ടക്കാട്ട്, മുൻ കൌൺസിലർ തങ്കച്ചൻ പുരയിടം, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ മേഴ്സി, ഡോക്ടർ സച്ചു സണ്ണി, ഡോക്ടർ ജസ് ജോയ്, ആശാ പി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സൗന്ദര്യവും ആത്മവിശ്വാസവും കൂടുതൽ മിഴിവാർന്നതാകുവാൻ ഇനി മുതൽ കിൻസുഗി യൂണിസെക്സ് സലൂൺ ആൻഡ് ബ്യൂട്ടി ഹബ്, കിലോ ബസാർ ബിൽഡിംഗ്, നിയർ KSRTC സബ് ഡിപ്പോ, വെള്ളയാങ്കുടി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി മികച്ച സേവനങ്ങൾ. എല്ലാ ബ്യൂട്ടി സർവീസുകളും ഇനി ഒരു കുടക്കീഴിൽ. പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം. ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക ഓഫറുകൾ. കട്ടപ്പനയിൽ ആദ്യമായി നാനോച്ചിപ്പുകൾ ഉപയോഗിച്ച് കൊറിയൻ ഫേഷ്യൽ, ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ മാറ്റി മോയ്സ്ചറൈസ്ഡ് ആൻഡ് പെർഫെക്റ്റ് ഗ്ലോയും സ്വന്തമാക്കാം. ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് ഹെയർ കട്ടിംഗ്, സ്കിൻ കെയർ, ഹെയർ സ്പാ, സ്മൂത്തനിങ്, മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ. എല്ലാവിധ ഫേഷ്യലുകളും ഹെയർ ട്രീറ്റ്മെന്റുകളും നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെ കൂടുതൽ സുന്ദരമാക്കുവാൻ കിൻസുഗി. Kinsugi Unisex Salon and Beauty Hub, Kilo Bazaar Building near KSRTC Sub Depot, Velayangudi.